പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഞാൻ ഉണ്ടാക്കിയ കറികളൊക്കെ കാണിച്ചു തരാം. അപ്പം ഞാൻ കത്തിരിക്കയും ചെറിയ ഉള്ളിയും തക്കാളിക്കയും കറിവേപ്പിലയും ഇട്ടിട്ട് കുറച്ച് എണ്ണയിൽ വഴറ്റിയെടുത്തത്. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് പുളിവെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തു. പിന്നെ നോർമലി നമ്മൾ തീയലിന് അരയ്ക്കുന്ന പോലെ തന്നെ തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അത് മൂപ്പിച്ചിട്ട് നന്നായിട്ടത് അരച്ചെടുത്തു. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിച്ചെടുത്തത്. അങ്ങനെ ആ ഒരു കറി റെഡിയായി. പിന്നെ അടുത്ത് ഇന്ന് ഞാൻ വെച്ചത് പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. ഇവിടെ വേറെ ആർക്കും ആ പാവയ്ക്ക മെഴുക്കുവരട്ടി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു പാവയ്ക്ക എടുത്തിട്ട് മാത്രമാണ് മെഴുക്കുവരട്ടി വെച്ചത്. അപ്പം ഇത് തീയലിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. അത് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ വഴറ്റി വെച്ച സംഭവം ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഇട്ടിട്ട് കടുക് താളിച്ചെടുത്തു. അപ്പോൾ എനിക്കിന്ന് ക്യാമറ പിടിച്ചിരുന്നത് എൻ്റെ അനിയത്തിയാണ്. ഞങ്ങൾ കുറേ അബദ്ധങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കാണിച്ചായിരുന്നു. അതൊക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞു. വിറ്റായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എടുപ്പ്. ഇത് പാവയ്ക്ക മെഴുക്കുവരട്ടി. പാവയ്ക്ക ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് സവാള കുറച്ച് കൂടുതലിട്ട് കേട്ടോ, അപ്പോൾ കുറച്ച് കയ്പ്പ് കുറഞ്ഞ് കിട്ടും. ഉപ്പിട്ടിട്ട് അതിങ്ങനെ വഴറ്റിയെടുത്തതാണ്. നോർമലി ഇപ്പോൾ നമ്മൾ മെഴുക്കുവരട്ടി വെക്കുന്ന പോലെ തന്നെ. എന്നിട്ട് മുളക് പൊടി, അവളാണ് മുളക് പൊടി ഇട്ട് കുറച്ച് കൂടുതലിട്ട്. പക്ഷേ ഈ പ്രാവശ്യം മുളക് പൊടിച്ച നല്ല എരിവായിപ്പോയി മുളക് പൊടിക്ക്. അപ്പോൾ അത്യാവശ്യം ആ പാവയ്ക്ക മെഴുക്കുവരട്ടിക്ക് നല്ല എരിവുണ്ടായിരുന്നു. പിന്നെ ആ പാവയ്ക്ക നല്ലപോലെ വെന്തും പോയി കേട്ടോ, ഇച്ചിരി കുഴഞ്ഞും കിട്ടി. പിന്നെ ഞാൻ അടുത്ത വെച്ചത് പടവലങ്ങ തോരനാണ്. അപ്പം പടവലങ്ങ അരിഞ്ഞ് വെച്ചിട്ട് തോരന് തേങ്ങയും പച്ചമുളകും ഒരു വെളുത്തുള്ളിയും ഇത്തിരി ജീരകവും ഇട്ടിട്ടൊന്ന് ചതച്ചെടുത്താണ്, ഒതുക്കിയെടുത്താണ് അത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ദേവൂട്ടിയുണ്ട്, ഞങ്ങളുടെ കുട്ടിക്കുറുമ്പി. അവൾ ഇടയ്ക്കിടയ്ക്ക് ബഹളമൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇന്ന് മൊത്തം വീഡിയോ എടുപ്പ് കുളമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്താണ്. കുഞ്ഞ് വോക്കറിലിരിപ്പുണ്ട്, അവൾ അപ്പോഴപ്പോൾ കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഉണ്ടാക്കിയത്. പിന്നെ ചന്തയിൽ പോയി അച്ഛൻ മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ഈ മീൻ വെക്കുമ്പം അതിൻ്റെയും വീഡിയോ എടുക്കണമെന്ന് ഓർത്താണ്, പക്ഷേ ഞങ്ങൾ മറന്നുപോയി. അച്ഛൻ്റെ അടുത്ത് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞാണ്, അച്ഛനും ഓർമ്മിപ്പിച്ചില്ല. പിന്നെ മീൻകറി വെച്ചത് അച്ഛനാണ്. നമുക്കന്ന് മറ്റേ എന്ത് മീനായിരുന്നു, അയല മീനായിരുന്നു. അപ്പോൾ അത് കറിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുള്ള സംഭവമാണിത്. പിന്നെ ഒരു ഷോയ്ക്ക് ഞാനിങ്ങനെ തവിയും കൊണ്ട് കോരി എടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചിനുള്ള ഐറ്റംസൊക്കെ. അപ്പം ചോറ്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ കപ്പ വേവിച്ചായിരുന്നു. ചെണ്ടം പുഴുങ്ങിയതിങ്ങനെ നീളത്തിലരിഞ്ഞിട്ട് ഇങ്ങനെ കപ്പ പുഴുങ്ങി. അപ്പം പടവലങ്ങ തോരൻ, പാവയ്ക്ക മെഴുക്കുവരട്ടി, തീയൽ, മീൻ, കപ്പ, ഇത്രയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.